ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നവംബർ മാസ കൃഷികളെ കുറിച്ചാണ്. നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു അടുക്കളത്തോട്ടം ഉണ്ടാക്കുന്നതിനും ഉള്ളത് നല്ല ഭംഗിയായി നിലനിർത്തുന്നതിനും കൃഷി ചെയ്യാൻ താല്പര്യമൊക്കെ ഉള്ളവർക്കൊക്കെ ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ് ഈ നവംബർ മാസം. ഈ നവംബർ മാസം എന്തൊക്കെ കൃഷി ചെയ്യാം എന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് എന്നും ആവശ്യമുള്ള പച്ചമുളക് കൃഷിയെപ്പറ്റി പറയാം. നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഒരു 3-4 ചുവട് പച്ചമുളക് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചമുളക് അതിൽ നിന്ന് തന്നെ കിട്ടും. മുളക് ചെടി നട്ട് പിടിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഈ നവംബർ മാസം. വിത്തുകൾ പാകിയോ നഴ്സറികളിൽ നിന്ന് വിവിധ ഇനം പച്ചക്കറിയുടെ തൈകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതൊന്നുമില്ലെങ്കിൽ നിങ്ങൾ കടയിൽ നിന്നും വാങ്ങിക്കുന്ന പച്ചമുളകിൽ നിന്നും പഴുത്ത ഒരെണ്ണം എടുത്ത് അതിൻ്റെ വിത്തുകൾ പൊട്ടി മിക്സിലിട്ട് തൈകൾ മുളപ്പിച്ചു പാകിയെടുക്കാവുന്നതാണ്. ഇങ്ങനെ പാകിക്കൊടുത്താൽ ഒരു 4-5 ദിവസം കൊണ്ട് തന്നെ വിത്തുകളെല്ലാം മുളച്ച് വരും. ഒരു 4 പ്രായമാവുമ്പോൾ നമുക്കിത് നല്ല വെയിൽ കിട്ടുന്നൊരു ഭാഗത്തോട്ട് പറിച്ചു നടാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ മാസം മുളക് കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടുന്ന പച്ചമുളകിൻ്റെ തൈകളാണ് ഇതൊക്കെ. അപ്പോൾ എല്ലാവരും മുളക് കൃഷി ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന മറ്റൊന്നാണ് തക്കാളി. വിത്ത് മുളപ്പിച്ച് 4 പ്രായമാവുമ്പോൾ വേരൊന്നും പൊട്ടാതെ ഇളക്കിയെടുത്ത് നല്ല മണ്ണിളക്കമുള്ള മണ്ണിലേക്ക് വേണം തക്കാളി തൈകൾ മാറ്റി നടാനായിട്ട്. അതുപോലെ തക്കാളിയുടെ തൈകൾ മാറ്റി നടുമ്പോൾ നല്ല ആഴത്തിൽ താഴ്ത്തി വേണം തൈകൾ നടാനായിട്ട്. തക്കാളി തൈകൾ വളരുന്നതിനനുസരിച്ച് തക്കാളിക്ക് ഒരു കമ്പ് കുത്തി കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ വളർന്ന് നല്ല രീതിയിൽ തന്നെ പൂക്കളും കായ്കളും ഒക്കെ ആയി കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും തക്കാളിയൊക്കെ കൃഷി ചെയ്യുക. ഈ തക്കാളിയുടെ പൊട്ടി മിക്സ് റെഡിയാക്കുന്നതും തൈകൾ നടുന്നതൊക്കെ ഞാൻ മുമ്പുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ട് അതൊന്ന് കണ്ടു നോക്കുക. അടുത്തതായിട്ട് നമുക്ക് ഈ മാസം ചെയ്യാൻ പറ്റിയ ഒന്നാണ് വെണ്ടക്ക. തൈകൾ വാങ്ങിയോ നല്ല ഇനം പാക്കറ്റ് വിത്തുകൾ വാങ്ങിയോ പാകി മുളപ്പിക്കാവുന്നതാണ്. ഇതെല്ലാം ഇപ്പോൾ പൂവിട്ട് കായ്ഫലം ഉണ്ടായ വെണ്ട തൈകളാണ്. വെണ്ട കൃഷിക്ക് പൂവിടാനും കായ്ഫലം കിട്ടാനും തഴച്ചു വളരാനും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളത്തെക്കുറിച്ച് ഇതിൻ്റെ മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അത് കണ്ടില്ലെങ്കിൽ അതൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും വെണ്ടക്കയും ഇപ്പോൾ നട്ട് പിടിപ്പിക്കാനായി ശ്രമിക്കുക. നല്ല രീതിയിൽ തന്നെ വിളവ് തരുന്ന ഒന്നാണ് വെണ്ട. അപ്പം ഞാനിവിടെ ഒരു 5-6 ചുവട് വെണ്ടക്കൊക്കെ ഗ്രോ ബാഗിൽ നട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഇത് പൂക്കളും കായ്കളും ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ നവംബറിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ മറ്റ് ഇനങ്ങളാണ് പടവലം, പാവൽ, വെള്ളരി, കുക്കുംബർ, മത്തൻ എന്നിവയൊക്കെ. അപ്പോൾ ഇത് കണ്ടോ, പാവലൊക്കെ ഇപ്പോൾ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഇപ്പോൾ കൃഷി ചെയ്താൽ നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ശീതകാല പച്ചക്കറികളായ കാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ്, ബീട്രൂട്ട് അങ്ങനെയുള്ള ശീതകാല പച്ചക്കറികൾ നമ്മൾ ഇപ്പോൾ നട്ടു തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കോളിഫ്ലവറൊക്കെ ഇതാ നട്ട് കൊടുത്ത് 2-3-4 ഇലൊക്കെ വന്ന് തുടങ്ങി. പിന്നെ നമുക്കിപ്പോൾ നട്ട് പിടിപ്പിക്കാൻ പറ്റിയ മറ്റിനങ്ങളാണ് പയർ വർഗ്ഗങ്ങൾ. അമര, കുറ്റി അമര, കൊത്ത അമര, അതുപോലെ നീളം പയർ, ചതുരപ്പയർ, അങ്ങനെ ഒരുപാട് ഇനം പയറുകളുണ്ട്. അതൊക്കെ നമുക്ക് ഇപ്പോൾ നട്ട് പിടിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് ഈ നവംബർ മാസം. അപ്പോൾ ഇത് കണ്ടോ, ഇതിൽ കുറ്റിയാമരൊക്കെ നിറയെ കായ്ച്ച് ഇതിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരുപാട് വിളവെടുത്തിട്ടു. അപ്പോൾ ഇതിലൊക്കെ വീണ്ടും പൂക്കളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പയറൊക്കെ കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇത് വള്ളിയൊക്കെ പടർന്ന് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കമ്പൊക്കെ വെച്ച് ഇതുപോലെയൊക്കെ കെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ വള്ളി പന്തലിലോട്ട് പടർന്ന് കയറിക്കോളും. ഒരു 4-5 ഗ്രോ ബാഗിലൊക്കെ ഇതുപോലെ പയറിൻ്റെ വിത്ത് മുളപ്പിച്ചെടുത്ത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതായ പയറൊക്കെ ഇതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും പയറൊക്കെ ഈ മാസം നട്ട് പിടിപ്പിക്കാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടുന്ന ഒന്നാണ് ഈ പയർ വർഗ്ഗങ്ങൾ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ചെയ്യുക. അടുത്തതായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് വഴുതന. വഴുതന തന്നെ പലതരത്തിലുള്ളതുണ്ട്. നല്ല രീതിയിൽ വളർത്തുകയാണെങ്കിൽ ഒറ്റ ചെടിയിൽ നിന്ന് തന്നെ 2 വർഷത്തോളം നമുക്ക് വഴുതന വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിവിടെ നട്ട വഴുതന തൈകളാണ്. നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ വളർന്നു വരുന്നുണ്ട്. ഇതിൻ്റെ ചുവട്ടിലൊക്കെ നല്ല വെയിലായതുകൊണ്ട് പുതയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മുമ്പ് വളർത്തിയ 2 വർഷമായ തൈകളാണ് കേട്ടോ. ഇതിലൊക്കെ
നല്ല പോലെയാണ് വഴുതന കായ്ച്ചിട്ടുള്ളത്. നമ്മൾ ഓരോ വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും ഇത് പ്രൂൺ ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ പ്രൂൺ ചെയ്താൽ അതിൽ നിന്ന് വീണ്ടും വീണ്ടും പുതിയ ശിഖരങ്ങളൊക്കെ വന്ന് അതിലൊക്കെ പുതിയ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ നവംബർ മാസം വഴുതന കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഇപ്പോൾ നടാൻ പറ്റിയ ഒന്നാണ് ചീര കൃഷി. നവംബറിൽ കൃഷി ചെയ്യാവുന്ന ഒന്നാണ് ചീര. ചീര നടുമ്പോൾ ചുവപ്പ് ചീരയും പച്ചച്ചീരയും ഇടകലർത്തി നട്ട് കഴിഞ്ഞാൽ കീടശല്യം കുറഞ്ഞ് നല്ലപോലെ തഴച്ച് വളരും. ചീരക്ക് നമുക്ക് ജൈവ സ്ലറികളൊക്കെ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച ജൈവ സ്ലറിയാണ് കൂടുതലും കൊടുക്കാറ്. നല്ല രീതിയിൽ തന്നെ തഴച്ച് വളർന്നു വരും ചീര. ഈ ഒരു ജൈവ സ്ലറിയൊക്കെ ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ചീരയൊക്കെ കൃഷി ചെയ്യുക. നമുക്ക് ചെറിയ ചെറിയ ബോട്ടിലുകളിലും ചെറിയ ചെറിയ ഗ്രോ ബാഗുകളിലും പ്ലാസ്റ്റിക് കവറിലും ഒക്കെ ചീര നടാവുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇപ്പോൾ നടാൻ പറ്റിയൊരു സമയമാണ് ഈ നവംബർ മാസം. അപ്പോൾ എല്ലാവരും ചീരയൊക്കെ കൃഷി ചെയ്യണം. ഈ ചുവപ്പ് ചീരയും പച്ചച്ചീരയും ഇതുപോലൊക്കെ ഇടകലർത്തിയൊക്കെ നടുക. അതിൽ നിന്ന് നമുക്ക് തൈകൾ ഒരു 4 പരുവമാകുമ്പോഴൊക്കെ പറിച്ച് നട്ട് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ വളർന്നു വരും. അപ്പോൾ ഇതൊക്കെ നവംബർ മാസത്തിൽ നട്ട് കഴിഞ്ഞാൽ കൂടുതൽ വിളവ് കിട്ടുന്ന പച്ചക്കറി ഇനങ്ങളാണ്. നല്ല ഇനം വിത്തുകളൊക്കെ വാങ്ങിക്കാൻ ഒട്ടും താമസിക്കേണ്ട, പെട്ടെന്ന് തന്നെ ഒരു ചെറിയ അടുക്കളത്തോട്ടം ഉണ്ടാക്കിയെടുക്കുക. എല്ലാവരും കൃഷി ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.